ഹൗ ടു സെലക്ട് എ യൂട്യൂബ് ചാനൽ കാറ്റഗറി 2024. അപ്പോൾ ഈ വിഷയത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒന്നാം ഭാഗം. ഇന്ന് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത്. പലർക്കും ഈ വിഷയത്തിനെ കുറിച്ചിട്ട് അറിയില്ല. ഇതിന് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് ഈ ചാനൽ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ പോയ ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് വിശദമായി തന്നെ ഈ ചാനൽ കാറ്റഗറി എന്താണ്, അതിൽ നമ്മുടെ ചാനലിനെ എങ്ങനെയാണ് ഉള്ളത്, അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഇന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കാറ്റഗറി ഉദ്ദേശിച്ചിട്ട് ഒരു ചാനൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് കേൾക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പലർക്കും അവർ ചെയ്യുന്ന വീഡിയോസ് വന്നിട്ട് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ചില പ്രത്യേക സബ്ജക്ട്സ് ചെയ്യുന്നവർക്ക് ആ ഒരു കൺഫ്യൂഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ വേഗത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയി അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ആ കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരു 15ഓളം കാറ്റഗറീസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒന്നൊന്നായിട്ട് ആ കാറ്റഗറീസ് എന്താണെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഫിലിം ആൻഡ് ആനിമേഷൻ ഞാൻ വളരെ വേഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് മാത്രം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം ഏത് തരം വീഡിയോസാണ് ഈ കാറ്റഗറിയിൽ വരുന്നതെന്ന്. ഫുൾ മൂവീസ് വരും, മൂവി ട്രെയിലർ, മൂവീസിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, അങ്ങനത്തെ പല വീഡിയോസുമാണ് ഈ ഫിലിം ആൻഡ് ആനിമേഷൻ കാറ്റഗറിയിൽ വരുന്നത്. മാത്രമല്ല ഈ ആനിമേഷൻ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ബിഗ് ബ്രാൻഡുകളാണ് ഇതിലധികം വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ആയിരിക്കും ഈ കാറ്റഗറിയിൽ വീഡിയോസ് ചെയ്യുന്നത്. പിന്നീട് വരുന്നത് ഒരു കാറ്റഗറി എന്താണെന്ന് വെച്ചാൽ ഓട്ടോസ് ആൻഡ് വെഹിക്കിൾസ് എന്ന പേരിലുള്ള ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതും പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും ഈ ഓട്ടോമൊബൈൽസ്, കാർ, 2 വീലേഴ്സ്, ഇങ്ങനെ വണ്ടികളെ കുറിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും ഇതിനകത്ത് നമ്മൾക്ക് ഉൾപ്പെടുത്താം. പിന്നെ ഓട്ടോമൊബൈൽസിൻ്റെ റിവ്യൂസ്, പിന്നെ പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ചുള്ള ആഡ്സ്, പിന്നെ റിവ്യൂസ്, പല ടിപ്പുകൾ, ന്യൂ ലോഞ്ച്, ഈ ടൈപ്പിലുള്ള എല്ലാ വീഡിയോസും നമ്മൾക്ക് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും അധികം റവന്യൂ ജനറേറ്റ് ആവുന്ന ഒരു കാറ്റഗറി കൂടിയാണ് ഈ കാറ്റഗറി. പിന്നെ നമ്മൾക്ക് ഇനി വരുന്നത് മ്യൂസിക് ആണ് അടുത്ത കാറ്റഗറി. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് വരുന്നതെന്ന് പറയേണ്ട കാര്യമേ ഇല്ല. എല്ലാ പാട്ടുകളും, പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, മ്യൂസിക് പഠിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, അതുപോലെ പല മൂവി സോങ്സ്, ഇതൊക്കെ ഈ കാറ്റഗറിയിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താം. പിന്നീട് വരുന്ന ഒരു കാറ്റഗറിയാണ് പെറ്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ആനിമൽസ്, വളർത്തുമൃഗങ്ങൾ, നാം വളർത്തുന്ന പെറ്റ്സ്, പിന്നെ അതിൻ്റെ ട്രെയിനിങ്, അതിൻ്റെ ഫുഡ്, അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ, അവരുടെ ഹെൽത്തൊക്കെ നമ്മൾ എങ്ങനെ നോക്കാം എന്നതിനെക്കുറിച്ചുള്ള ടിപ്സ്. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഈ കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇതും നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ വരാത്തൊരു കാറ്റഗറിയാണ്. പിന്നെ വരുന്നൊരു കാറ്റഗറി സ്പോർട്സ് ആണ്. അപ്പോൾ സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെ ലാർജ് സ്കെയിലിൽ ഉള്ള ഒരു ഓഡിയൻസ് പല രാജ്യങ്ങളിലായി പരന്ന് കിടപ്പുണ്ട് ഇതിന് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും, പിന്നെ അതിൻ്റെ ആക്സസറീസ്, ട്രെയിനിങ്, പലതരം സ്പോർട്സ് കളികൾ എല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ നല്ല ഏർണിങ്സ് ലഭിക്കുന്ന ഒരു കാറ്റഗറി കൂടിയാണ് ഇത്. പിന്നീട് വരുന്നത് ട്രാവൽ ആൻഡ് ഈവൻറ്റ്സ് എന്നുള്ളതാണ് അടുത്ത കാറ്റഗറി. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും ട്രാവലിനൊക്കെ പോവുക, ഹോളിഡേയ്സ്, പിന്നെ പല ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഇതിൽ ഉൾപ്പെടും. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി കൂടിയാണിത്. പ്രത്യേകിച്ചും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടുത്തെ സ്ഥലങ്ങളെ പറ്റിയും, പിന്നെ അവിടുത്തെ ഹോട്ടൽ റൂമിൻ്റെ ബുക്കിംഗ്, ഫുഡ് റിവ്യൂസ്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതുവഴി നല്ല റീച്ച് ലഭിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇത്. പിന്നെ വന്നിട്ട് വരുന്നത് ഗെയിമിംഗ് കാറ്റഗറിയാണ്. അപ്പോൾ ഗെയിമിങ്ങിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്നവരെല്ലാം ഈ കാറ്റഗറിയിലാണ്
അവരുടെ വീഡിയോസ് ഉൾപ്പെടുത്തേണ്ടത്. പിന്നെ പുതിയ ഗെയിം ലോഞ്ച്, ആക്സസറീസ് അതൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ നല്ല ഏർണിങ്സ് കിട്ടുന്ന ഒരു കാറ്റഗറിയാണ് ഗെയിംസിൻ്റെ ഈ കാറ്റഗറി. പിന്നെ വരുന്നതാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഒരു കാറ്റഗറിയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ വീഡിയോസാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ, പിന്നെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ്, സെലിബ്രിറ്റി ടോക്സ്, ആളുകളെക്കുറിച്ച് ഉള്ള വീഡിയോസ്, പിന്നെ വെബ്സൈറ്റ് പ്രൊമോഷൻ, അതുപോലെ സ്വന്തം പ്രൈവറ്റായിട്ടുള്ള ബ്ലോഗ്സ് പോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. പിന്നെ നമ്മളുടെ ചില കണ്ടൻറ്റ് നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, നമ്മൾ ഇതിനെ കൊണ്ട് ഏത് കാറ്റഗറിയിലാണ് ചേർക്കേണ്ടതെന്ന്. അപ്പം അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ വരുന്ന വീഡിയോസൊക്കെ നമ്മൾക്ക് ഈ കാറ്റഗറിയിൽ മനസമാധാനമായിട്ട് ചേർക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. പിന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു കാറ്റഗറി കൂടിയാണ് ഇത്. പിന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് വന്നിട്ട് ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ടവരുണ്ട്. പിന്നെ വന്നിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ കോമഡി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാരണം മറ്റുള്ളവരെ ചിരിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ് ഈ കോമഡി എന്ന് പറഞ്ഞ കാറ്റഗറീസിൽ വരുന്നത്. അതും വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു കാറ്റഗറിയാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൽ സമാന സ്വഭാവമുള്ള ഒരുപാട് കണ്ടൻറ്റ് ഉൾപ്പെടുത്താം. അതായത് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് മ്യൂസിക്, ഡാൻസ്, ഡ്രാമ, പിന്നെ ഫണ്ണ്, മൂവീസ്, ഫിലിം, കോമഡി. പിന്നെ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ കാറ്റഗറി, ഈ പറഞ്ഞ വീഡിയോസിനെ പറ്റിയൊക്കെയുള്ള എല്ലാം ഈ കാറ്റഗറിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഈ എൻ്റർടൈൻമെൻറ്റിൽ ഉൾപ്പെടുത്താം എന്ന് ഉള്ളത്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ്. അപ്പോൾ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് പൊളിറ്റിക്സും ന്യൂസ് റിലേറ്റഡുമായിട്ടുള്ള വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഇത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ഈ സെക്ഷനിൽ നമ്മൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ന്യൂസൊക്കെ വരുന്നതുകൊണ്ട് വളരെ അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അങ്ങനത്തെ വാർത്തകളൊക്കെ. അങ്ങനെ വീഡിയോസ് ചെയ്യുന്നവർക്കുള്ള കാറ്റഗറിയാണ് ഈ ന്യൂസ് ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വന്നിട്ട് കറണ്ട് ഇഷ്യൂസ് അങ്ങനത്തെ ആണല്ലോ എപ്പോഴും ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ റീച്ച് വളരെ കൂടുതലായിരിക്കും ഈ കാറ്റഗറിയിലുള്ള വീഡിയോസിന്. പിന്നെ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് ഈ ടൈറ്റിൽ കൊടുക്കുന്ന വീഡിയോസൊക്കെ ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. ഇപ്പോൾ ഹൗ ടു കുക്ക്, ഹൗ ടു സ്റ്റിച്ച്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഹൗ വി ആർ ഡൂയിങ് ഇറ്റ്, ഹൗ ടു ഗാർഡൻ, ഹൗ ടു പ്ലാന്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വിശദമാക്കുന്ന വീഡിയോസ് ഉൾപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോഴേക്കും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇതിനകത്ത് വരും. പിന്നെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ അറിവ് പകർന്നു കൊടുക്കുന്നത്, ഈ അറിയാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ട്യൂട്ടോറിയൽ ലെസൺസൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും പഠന സംബന്ധമായിട്ടും അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെയും. പിന്നെ ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനത്തെ വീഡിയോസ്, അതുപോലെ ഗാർഡനിങ് ചെയ്യുന്ന പല രീതിയിലുള്ള ഈ പഠിപ്പിക്കുന്നതും സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്താവുന്ന ഒരു കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ. അപ്പം ഈ എഡ്യൂക്കേഷൻ കാറ്റഗറി അങ്ങനെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നല്ല. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി. അപ്പോൾ ടെക്നോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇപ്പം നമ്മൾ ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാനൽ, യൂട്യൂബ് സംബന്ധിച്ചിട്ടുള്ള ചാനലും വിഷയങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ മൊബൈൽ, പിന്നെ കമ്പ്യൂട്ടർ, സയൻസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ്, അങ്ങനെ പല വീഡിയോസും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കാറ്റഗറിയാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെക്കി ലേഡി എന്ന് പറഞ്ഞ എൻ്റെ ഈ പുതിയ ചാനലും വരുന്നത് ഈ ഒരു കാറ്റഗറിയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചുരുക്കി പറഞ്ഞ ഈ കാറ്റഗറീസിനെ കുറിച്ചിട്ട് സൂചിപ്പിക്കുന്ന വീഡിയോസ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്ന് യൂട്യൂബിന് മനസ്സിലാകണമെങ്കിൽ തീർച്ചയായും നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളുടെ ചാനൽ വന്ന് നമ്മുടെ തീമിനനുസരിച്ചിട്ടുള്ള കാറ്റഗറിയിൽ നിശ്ചയമായും
ഉൾപ്പെടുത്തേണ്ടതാണ്. ഇപ്പം നണ്ണെന്ന് കൊടുത്താൽ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളുടെ വീഡിയോസിന് അനുസൃതമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റാണ് യൂട്യൂബ് നമ്മളുടെ ചാനലിലും നമ്മളുടെ വീഡിയോസിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾക്ക് യൂട്യൂബിന് മനസ്സിലാക്കി കൊടുത്താലേ ആ രീതിയിലുള്ള പരസ്യങ്ങൾ നമ്മളുടെ ചാനലിൽ വരുള്ളൂ. അങ്ങനെയുള്ളൊരു റീച്ചും നമ്മൾക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ വീഡിയോസിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഡിയൻസിലോട്ട് യൂട്യൂബ് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഓഡിയൻസ് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മുടെ വീഡിയോസ് എത്തണമെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഇതുവരെയും ആരെങ്കിലും ഈ ചാനലിൻ്റെ കാറ്റഗറി അവരുടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെന്ന് നോക്കുക. ആ കാറ്റഗറിയിൽ പോയിട്ട് നിങ്ങളുടെ വീഡിയോസ് ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾ ചെയ്യുന്നത് അത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് യൂട്യൂബിൽ നല്ലൊരു ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ചാനലാണ് ടെക്കി റെഡി എന്ന് പറഞ്ഞ എൻ്റെ ചാനൽ. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് ഈ ചാനലിൻ്റെ കണ്ടൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ എത്ര സമയക്കുറവുണ്ടെങ്കിലും രാത്രി എത്ര ലേറ്റ് ആയാലും ഞാൻ ഈ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടേ ഞാൻ ഉറങ്ങാൻ പോകാറുള്ളൂ. അപ്പോൾ തുടർന്ന് എൻ്റെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് നിങ്ങളെല്ലാവരും ഒരുപാട് നല്ല നല്ല ഫാമിലി മെമ്പേഴ്സ് ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. അപ്പോൾ തുടർന്നും നിങ്ങളെന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും നമ്മളുടെ എല്ലാവരുടെയും വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അതുപോലെ നമ്മളെല്ലാവരും കഠിന പ്രയത്നം ചെയ്ത് നല്ലൊരു രീതിയിൽ വരണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.